അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകൾ, അവർ അമ്പിയാക്കന്മാരാകട്ടെ ഔലിയാക്കന്മാരാകട്ടെ ആരാകട്ടെ, അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇല്ലേ? ഇതാണ് നമ്മൾ സമസ്തയും അതുപോലെ തന്നെ സലഫികളും തമ്മിലുള്ള ഇവിടെ അടിസ്ഥാനപരമായ ഒരു പ്രധാനപ്പെട്ട തർക്ക വിഷയം. സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം മരിച്ചുപോയ ആളുകൾ, അത് അമ്പിയാക്കന്മാരാണെങ്കിലും ഔലിയാക്കന്മാരാണെങ്കിലും സാലിഹീങ്ങളാണെങ്കിലും അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, അതാണ് അവരുടെ വാദം. ആ വാദം നമ്മൾ കൃത്യമായിക്കൊണ്ട് അതിൽ പറഞ്ഞിരുന്നു. അതിന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു വാദം ശരിയില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല, അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തൗഹീദിൻ്റെ ഭാഗമാണ് എന്ന് ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ച് നമ്മൾ സ്ഥാപിച്ചിരുന്നു. വിശുദ്ധ ഖുർആനിൽ തന്നെ വളരെ കൃത്യമായിക്കൊണ്ട് പറഞ്ഞതാണ്, വന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾ മറ്റൊരാൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് പ്രവാചകൻ ഓതിയ ആയത്ത് ഏതാണ്? വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. അള്ളാഹു പറയുന്നു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. ആ പ്രാർത്ഥനയാകുന്ന ആരാധനയിൽ അഹങ്കാരം നടിക്കുന്നവൻ അവൻ നരകത്തിൽ പ്രവേശിക്കും. ഈ ഹദീസുകൾ ഇമാം മുഹദ്ദിഥീങ്ങളെല്ലാം ഉദ്ധരിച്ചതാണ്, ലോകത്ത് തർക്കമില്ലാത്ത ഹദീസാണ്. മാത്രമല്ല ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഫഇത്ലാഖുൽ ഇബാദത്തി ഫി മൗദിഇ ദുആ യദുല്ലു അല അന്ന ദുആ ഇബാദ. ഒരു ഇബാദത്ത് എന്ന് പറയുന്നതിൻ്റെ സ്ഥലത്ത് ദുആ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചപ്പോൾ ആ ദുആ എന്നത് ഇബാദത്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇത് നമ്മൾ കൃത്യമായിക്കൊണ്ട് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ സാധാരണ മുസ്ലിയാക്കന്മാരുണ്ടാക്കുന്ന ഒരു വസ്വാസമായിട്ടൊരു മുസ്ലിയാർ വന്നു. അപ്പം അത് പൊന്മള അവിടെ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ആരാധനയാകുന്ന പ്രാർത്ഥനയാണ്. അതെ. അപ്പോൾ പ്രാർത്ഥന രണ്ട് തരമുണ്ട്, ആരാധനയാകുന്ന പ്രാർത്ഥന ഉണ്ട്, ആരാധനയാകാത്ത പ്രാർത്ഥന ഉണ്ട്. ആരാധനയാകുന്ന പ്രാർത്ഥനയെക്കുറിച്ചല്ല പൊന്മള പറഞ്ഞത്. യഥാർത്ഥത്തിൽ പൊന്മളയുടെ ഈ ഫത്വ മലയാളം തിരിയുന്ന വക്രതയില്ലാത്ത മുസ്ലിയാരല്ലാത്ത ഏതൊരാൾക്കും സാധാരണക്കാരന് വായിച്ചാൽ മനസ്സിലാവും. എന്താ ചോദ്യം? മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അപ്പോൾ അവർ പറഞ്ഞത് വെച്ചാൽ ഇത് മുജാഹിദിൻ്റെ ചോദ്യം ചോദിച്ചതാണെന്നാണ്. മുജാഹിദീങ്ങൾ എങ്ങനെയാണ് ചോദിക്കൽ? ആയിക്കോട്ടെ, എന്നാൽ മുജാഹിദീങ്ങൾ ചോദിക്കട്ടെ. അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലോ സ്വഹീഹ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ആയത്തോ ഹദീസോ വ്യക്തമാക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ മുജാഹിദീങ്ങളെ സമസ്തക്കാരോടാണ് ചോദിക്കുക, ഇതിപ്പോൾ സമസ്ത പൊന്മളനോടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സമസ്തക്കാരെന്താണോ ചെയ്യുന്നത് അതിനെ പറ്റിയാണെന്ത് ചോദിക്കുക. അപ്പോൾ സമസ്തക്കാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥിക്കുന്നത് ഇബാദത്തായ പ്രാർത്ഥന എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, സമസ്തക്കാർക്കും അറിയാം. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇനി ഉത്തരം എന്താണ്? അനുവദനീയമാണ്. അപ്പോൾ അവിടെ പൊന്മള പറഞ്ഞിട്ടില്ല. ഇവിടെ നിങ്ങൾ ചോദിച്ചത് ഇബാദത്താകുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണോ ഇബാദത്താകാത്ത പ്രാർത്ഥനയെക്കുറിച്ചാണോ? ഇബാദത്താകുന്ന പ്രാർത്ഥനയാണെങ്കിൽ മുഹീദ്ദീൻ ശൈഖിനോട് എന്തല്ല, അനുവദനീയമല്ല. ഇബാദത്താകുന്ന പ്രാർത്ഥനയാണെങ്കിൽ മുഹീദ്ദീൻ ശൈഖിനോട് അനുവദനീയമല്ല. ഇബാദത്താകാത്ത പ്രാർത്ഥനയെ അനുവദനീയമുള്ളൂ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല, പൊന്മള പറഞ്ഞിട്ടില്ല. അപ്പോൾ പൊന്മള പറയാത്തത് പൊന്മളയുടെ പേരിൽ ചാർത്തിയിട്ട് മുസ്ലിയാക്കന്മാർ എന്ത് ചെയ്യാണ്? തടി രക്ഷപ്പെടുത്താണ്. ഇനി മാത്രമല്ല, അയാൾ പറയണം ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുമുണ്ട്. ഏത്? മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അതിന് അനുവദനീയമുണ്ട്. മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ പറയാൻ അള്ളാഹുവിൻ്റെ ഖുർആനിൽ എന്തുണ്ട്? തെളിവുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ ശരിക്ക് എവിഡൻസിൽ പിടിച്ചിരുന്നു. അപ്പോൾ മുസ്ലിയാർ ഉടായ്പമായി വന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രൂഫോനിൽ ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളൊന്നും മൂപ്പര് തൊട്ടിട്ടല്ല, സമസ്തക്കാർ തൊടണല്ല. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ പ്രാർത്ഥന എന്ന് പറഞ്ഞത് ആരാധനയാകുന്ന പ്രാർത്ഥന ഉണ്ട്, ആരാധനയാകാത്ത പ്രാർത്ഥന ഉണ്ട്. സാധാരണ സമസ്തക്കാരോട് നമ്മൾ ചോദിക്കണമെന്ന് വെച്ചാൽ, എങ്കിൽ ഇപ്പോൾ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ടല്ലോ, അതെ, ആ പ്രാർത്ഥനകളിൽ ഏതൊക്കെയാണ് ആരാധനയാകുന്ന പ്രാർത്ഥന, ആരാധനയാകാത്ത പ്രാർത്ഥന? ഒരു ലിസ്റ്റ് ഒന്ന് പ്രസിദ്ധീകരിക്കണം സമസ്തക്കാർ നാളെ. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് പ്രാർത്ഥനകളുണ്ട്.
ആ പ്രാർത്ഥനകളിൽ ആരാധനയാകുന്ന പ്രാർത്ഥന ഏതാണ്, ആരാധനയാകാത്ത പ്രാർത്ഥന ഏതാണ്? ഇനി ആരാധനയാകാത്ത പ്രാർത്ഥനയുടെ രൂപങ്ങളെന്ന് പറഞ്ഞെന്നാണ്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ആരാധനയാകാത്ത പ്രാർത്ഥനൻ്റെ രൂപം എങ്ങനെയായിരിക്കും? അപ്പം ആരാധനയാകുന്ന പ്രാർത്ഥന ആ റസൂലുള്ളാഹി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ക്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഇനി മൊയ്തീൻ ഷേഖിനോട് പ്രാർത്ഥിക്കും, മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണം എന്ന് വിളിച്ചു പോലെ പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ പ്രാർത്ഥന നമ്മൾ പറയുന്ന ആരാധനയാണ്. അപ്പം നിങ്ങൾ ഇനി മൊയ്തീൻ ഷേഖിനോട് ആരാധന അല്ലാത്ത പ്രാർത്ഥന പ്രാർത്ഥിക്കും, ഞങ്ങൾ എന്താ വിളിക്കുക? മൊയ്തീൻ ഷേഖെ രക്ഷിക്കണം എന്നല്ലേ പറയാ. അപ്പം യഥാർത്ഥത്തിൽ ഇത് ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇനി മാത്രമല്ല, നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു മുസ്ലിയാരോട്, മുസ്ലിയാർ നിങ്ങൾ പ്രാർത്ഥിക്കട്ടോ. ആ മുസ്ലിയാർ ചോദിക്കോ ആരാധനയാണ് പ്രാർത്ഥന വേണ്ടത്, അതല്ല ആരാധനയാകാത്ത പ്രാർത്ഥനയുണ്ട്. പിന്നെ മാത്രമല്ല നമുക്കറിയാം ഇപ്പം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയാണ്. ആമീൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആമീൻ പറയില്ല എപ്പോഴാണ്? അത് ഇബാദത്താകാത്ത പ്രാർത്ഥനയാകുമ്പോൾ ആമീൻ പറയില്ല. അപ്പോൾ നമ്മൾ സാധാരണ പറയും എന്താണ് ഡോക്ടറെ അടുത്ത് പോയി സഹായം ചോദിക്കണില്ലേ, അപ്പോൾ ഡോക്ടർ നിങ്ങളിൻ്റെ പനിയൊന്ന് ഇതാക്കി ആമീൻ എന്ന് പറയാം, അല്ലെങ്കിൽ പറയില്ല. അത് പറയില്ലല്ലോ. യഥാർത്ഥത്തിൽ ഇബാദത്താകുന്ന പ്രാർത്ഥനയും ഇബാദത്താകാത്ത പ്രാർത്ഥനയും ഉണ്ട് എന്ന് പറയുക. ഇത് അതായത് മണ്ണാർക്കാട് സംഭവത്തിൽ വരെ അലയും തട്ടിവിട്ടിരുന്നു. അത് ബഹുമാനീയ സക്കരിയ സ്വലാഹി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, എങ്കിൽ മുസ്ലിയാർ ഉദാഹരണം പറയും. പ്രാർത്ഥനയാകാത്ത ആരാധനയാകാത്ത പ്രാർത്ഥന ഇതുവരെ മുസ്ലിയാക്കന്മാർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ശരിക്കും മുസ്ലിയാക്കന്മാർ ഈ പൊന്മളയുടെ ഫത്വ സമസ്തയുടെ തലമണ്ടക്ക് ഏറ്റവും വലിയ അടിയാണ്. ഇന്നത് തിരുത്താൻ കഴിയുന്നില്ല. അപ്പം അതിങ്ങനെ ഉരുണ്ട് പറയണം. ഇനി മാത്രമല്ല, യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമോ? പേരോടിന് വരെ മനസ്സിലായി എന്ത് പ്രാർത്ഥിക്കാൻ പാടില്ല. പക്ഷെ പേരോടിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള ചില ആൾക്കാർ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ രണ്ട് ക്ലിപ്പും കൂടി നമ്മളൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല, ഞങ്ങൾ മഹാന്മാരോട് അപേക്ഷിക്കലാണ്, ഞങ്ങൾ സഹായം തേടലാണ്. അതിന് നിങ്ങൾ പറയുന്ന പേരാ പ്രാർത്ഥിക്കുക. സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യത്തിന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മുജാഹിദീങ്ങൾ മനഃപൂർവ്വം ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാചകമാണത്. നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി, അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടായി. എന്താ പറഞ്ഞത്? പേരോട് പറയുന്നു ഞങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കലില്ല, അത് മുജാഹിദീങ്ങൾ ഉണ്ടാക്കിയ. അപ്പം പിന്നെ ഹക്കീം മുജാഹിദാണോ എന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പിന്നെ ഇയാൾ പറയുകയാണ് ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പം യഥാർത്ഥത്തിൽ ആ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് ഇപ്പം പേരോട് എന്താണോ നിഷേധിക്കുന്നത് അത് തന്നെയാണല്ലോ ഹക്കീം സ്ഥാപിക്കുന്നത്. അപ്പം അവർക്കിടയിൽ ആരാധനയാകുന്നത് ആരാധനയാകാത്തത് തർക്കുന്നതോടല്ല. അല്ലെങ്കിൽ പിന്നെ പേരോട് പറയണത് വെച്ചാൽ ആരാധനയാകുന്ന പ്രാർത്ഥന സുന്നികൾ ആരോപിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല. യഥാർത്ഥത്തിൽ അദ്ദുആഉൽ ഇബാദ, എല്ലാ പ്രാർത്ഥനകളും ആരാധനയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇനിയിപ്പോൾ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ മുള്ളൂർക്കര സഖാഫി പറയാണ് അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആണ് ഉത്തരം കിട്ടും. അതായത് 1000 തവണ ഒന്നും വിളിക്കേണ്ട, ഒറ്റ തവണ തന്നെ മൊയ്തീൻ ഷേഖിനെ വിളിച്ചാൽ ഉത്തരം കിട്ടും. അപ്പോൾ ഈ മൊയ്തീൻ ഷേഖിനെ ഇവിടുന്ന് ഏതോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള മൊയ്തീൻ ഷേഖിനെ ഇവിടുന്ന് യാ ഷേഖ് മൊഹീദ്ദീൻ എന്ന് വിളിച്ചാൽ ആ ഒച്ച ഏതായാലും അങ്ങോട്ട് എത്തൂല എന്നുള്ള ഉറപ്പാണല്ലോ. പിന്നെ ഇപ്പോൾ ആ ശബ്ദം ഇവിടുന്ന് ഇയാളോ ഈ ശബ്ദം അവിടേക്ക് എത്തി, അത് മൊയ്തീൻ ഷേഖിന് മനസ്സിലായി. ആ മനസ്സിലായ ഉടനെ തന്നെ അദ്ദേഹം അത് പ്രതികരിച്ച് ആ പ്രതികരണം ഇവിടെ എത്തി. അതായത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണികത്തിന് തെളിവൊന്നുമില്ല. അപ്പോൾ ഈ മുള്ളൂർക്കര പറയുന്ന ആ ഭാഗം നമുക്ക് കേൾക്കാം. നമ്മൾ വിചാരിക്കണ ആളല്ല മൊയ്തീൻ ഷേഖ് കേട്ടോ മോനെ, കളിക്കേണ്ട കളിയല്ല കേട്ടോ. വിളിച്ചാ വിളിപ്പുറത്താ, വിളിക്കണ്ടോ വിളിച്ച 1000 വട്ടമൊന്നും വിളിക്കണ്ട, ഒരേറ്റ വട്ടം വിളിച്ചാൽ മതി. ഒറ്റ വിളിയാണ്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടും ഉത്തരം, ജവാബ്. അത് അള്ളാഹ് അവർക്ക് കൊടുത്ത കഴിവാണ്. അപ്പോൾ ഒച്ചയിലും മൊയ്തീൻ ഷേഖിനെ വിളിക്കുമ്പോഴൊക്കെ അയ്യാ ഷേഖ് അയ്യോ അള്ളാഹിനെ വിളിക്കൽ റബ്ബക്കും തളറും ഹൊഫിയ എന്നുള്ള പറഞ്ഞു. നിങ്ങൾ വല്ല വിളിച്ചാൽ തന്നെ മതി, കാരണം അള്ളാഹ് സമീപസ്ഥരാണെന്നെ അത് റസൂലൊക്കെ പഠിപ്പിച്ച്. പക്ഷെ ഇവരെന്താ വെച്ചാൽ ഒച്ച ഉള്ളാക്കിട്ടാണ് വിളിക്കുക. ആയിക്കോട്ടെ, ഉള്ളാക്കിട്ട് വിളിച്ചാലോ വിളിപ്പുറത്ത് ഉത്തരം കൊടുക്കുന്നു, വായിക്കൂടാതെ ഉത്തരം ചെയ്യും ഞാനെന്നോ പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ദീനിൽ അവിടെ തെളിവുണ്ടോ? അതായത് ഇത് തന്നെയല്ല മക്കത്ത് മുശ്രിക്കുകളും മറ്റോടത്തൊക്കെ വിശ്വസിച്ച് ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചാലും കടലിൽ നിന്ന് വിളിച്ചാലും കരയിൽ നിന്ന് വിളിച്ചാലും ഇബ്രാഹിം നബി ആണെങ്കിലും ലാത്തയാണെങ്കിലും ഉസ്സയാണെങ്കിലും മനാത്തയാണെങ്കിലും അത് കാണാനും കേൾക്കാനും ഒക്കെ കഴിവ് അവർക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനാണ് പ്രാർത്ഥന എന്ന് പറയാം.
ആ പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത ആളുകളോട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് പൊന്മള പറഞ്ഞത്, ഇത് പ്രാർത്ഥിക്കാം, ഇന്നമ വലിക്കുമുള്ള എന്ന ആയത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മാത്രമല്ല, ഇപ്പം ഈ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞെന്താ, അള്ളാഹ് അവർക്ക് കൈവണ്ട് കൊടുത്തിട്ടുണ്ടെന്നാണ്. അതിനെവിടെ തെളിവ്? എവിടുന്ന്? ലഹു ദഅവത്തുൽ ഹഖ്, ഹക്കായ പ്രാർത്ഥനകളൊക്കെ അള്ളാഹ്ക്കുള്ളതാണ് അള്ളാഹ് പറഞ്ഞു. അപ്പം ഹക്കായ പ്രാർത്ഥനകൾ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഉള്ളതാണെങ്കിൽ അള്ളല്ലാത്തുള്ള എല്ലാ പ്രാർത്ഥനയും ബാത്തിലാണല്ലോ. ആ ബാത്തിലായ കാര്യത്തിന് അള്ളാഹ് എന്തായാലും തെളിവുണ്ടാക്കൂല, കഴിവും കൊടുക്കൂല. അപ്പോൾ മൊയ്തീൻ ഷേഖിന് വിളിപ്പുറത്ത് പിന്നെ വിളി കേൾക്കാനും ഈ എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാനും ഒക്കെയുള്ള കഴിവ് മൊയ്തീൻ ഷേഖിന് കൊടുത്തെന്നുള്ള എന്ത് തെളിവാണ്, എന്ത് പ്രമാണമാണ് ഈ മുസ്ലിയാക്കന്മാരുടെ കയ്യിലുള്ളത്? ഒരു തെളിവില്ല. ഈ മുസ്ലിയാക്കന്മാരെ തൊള്ളല്ല. ദാലിക ഖൗലുഹും ബിഅഫ്വാഹിഹിം എന്ന് ജൂത പുരോഹിതന്മാരെ പറ്റി അള്ളാഹ് പറഞ്ഞതുപോലെ ഒരു തെളിവില്ല. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ കേപ്പിൻ്റെ പുസ്തകത്തിൽ പ്രാർത്ഥന 2 തരമുണ്ട്. പ്രാർത്ഥനയ്ക്ക് എന്തൊക്കെ അർത്ഥമുണ്ടെന്നല്ലല്ലോ, ദാ എന്ന പദത്തിന് അർത്ഥമുണ്ടെന്നല്ല തർക്കം. നിങ്ങൾ ചെയ്യുന്ന മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കൽ, അതിന് ഇസ്തിഗാസ എന്ന് പേരിട്ടാലും ഇനി ഇസ്തിശ്ഫാ എന്ന് പേരിട്ടാലും ഇനി ഒന്നും പേരിട്ടില്ലെങ്കിലും ശരി, അത് പച്ചയായ ശിർക്കാണ്. കാരണം ഖുർആനിൽ ഇസ്തിഗാസ അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്തഗീഥൂന റബ്ബക്കും ദുആയാണ്, അത് പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പൊന്മൾ പറഞ്ഞത്. അതുകൊണ്ട് ഈ പൊന്മളിൻ്റെ ഫത്വ യഥാർത്ഥത്തിൽ നിങ്ങൾ വസ്തു ഉള്ളതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ അത് തിരിച്ചടിയാകുന്നുണ്ട്. പക്ഷെ ഇനി പിൻവലിച്ചിട്ട് കാര്യം ഒരുപാട് നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ തെളിവുകൾ ഇഷ്ടം പോലെ നമ്മുടെ കയ്യിൽ ബാക്കി നിൽക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണക്കാരായ സമസ്തക്കാർ ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാണ്. അപ്പോൾ നമ്മൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ അള്ളാഹുവിൻ്റെ അല്ലാത്തവരും സമസ്തക്കാർ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സാധാരണക്കാർ ചിന്തിക്കേണ്ടത് ചോദിച്ചാൽ, ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തും ചോദിക്കാം. അള്ളാഹിനോട് ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്കൊരു മനുഷ്യൻ്റെ ഭൗതികമാകട്ടെ, ഇനി പാരത്രികമാകട്ടെ, ദുനിയാവാകട്ടെ, കുടുംബപരമാകട്ടെ, രാഷ്ട്രീയ ഏത് വിഷയമാണെങ്കിലും അള്ളാഹുവിനോട് ഒരു മനുഷ്യന് ചോദിക്കാം, എല്ലാ കാര്യങ്ങളും ചോദിക്കാം. എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ പറ്റിയത് പടച്ചോനേ ഉള്ളൂ. അപ്പം ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാതിരിക്കാനുള്ള ന്യായമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹിനോട് ചോദിക്കാനല്ല പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അള്ളാഹു അല്ലാത്തവരോട് എന്തൊക്കെ ചോദിക്കാം എന്ന ന്യായമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുണ്ടായി ഇവിടെ ഉണ്ടായിരിക്കെ ആ പടച്ചവനെ വിട്ടിട്ട് മറ്റൊരു സൃഷ്ടികളിലേക്ക് തിരിയുമ്പോൾ അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ഇഷ്ടമുണ്ടാവില്ല എന്നുള്ളത് ഏതായാലും ഉറപ്പാണല്ലോ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ അള്ളാഹു കൊടുത്ത കഴിവില്ലെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ പിന്നെ കഴിവ് കൊടുക്കുന്നവരോട് ചോദിച്ചാൽ പോരെ? യഥാർത്ഥത്തിൽ ഈ ആളുകൾക്ക് സ്വന്തം കഴിവില്ല, ഈ കഴിവൊക്കെ അള്ളാഹ് കൊടുത്തതാണ്. എങ്കിൽ ഈ കഴിവ് കൊടുത്ത അള്ളാഹുവിനല്ലേ ഇവരെക്കാൾ കൂടുതൽ കഴിവുണ്ടാകുക? ഉറപ്പാണല്ലോ. ഇവർക്ക് കിട്ടപ്പെട്ട കഴിവാണല്ലോ, കൊടുക്കപ്പെട്ട കഴിവാണ്. അപ്പോൾ ഈ കഴിവ് കൊടുത്തവനാരാണ്? എങ്കിൽ ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നേർക്കുനേരെ ചോദിക്കാം. അതാണല്ലോ സത്യവിശ്വാസി ചിന്തിക്കേണ്ടത്, ബുദ്ധിയുള്ള ചിന്തിക്കേണ്ടത്. ഇനി മാത്രമല്ല, ഇപ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ കൊടുത്ത കഴിവ് എന്ന് പറയുന്നത് കൊടുക്കുന്ന കഴിവെന്നാണ്. അപ്പോൾ എത്രയാണ് അള്ളാഹ് കൊടുക്കുക അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. എന്തൊക്കെ കഴിവുകളാണ് കൊടുക്കുക അതും അള്ളാഹ്ക്കേ അറിയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ആളുകളോട് ചോദിക്കുമ്പോൾ അവിടെയും സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഇതിപ്പോൾ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ, എപ്പോഴാണ് കിട്ടുക, എത്രയാണ് കിട്ടുക, ആർക്കാണ് കിട്ടുക? അപ്പോൾ ആ സംശയങ്ങൾ നിലവിലുണ്ടാകുമ്പോൾ തന്നെ ഒരു സാധാരണക്കാരെ സംബന്ധിച്ച്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കലും എല്ലാ കാര്യങ്ങളും ചോദിക്കലാണ് അവൻ്റെ ദുനിയാവിലും നല്ലത്, ആഖിറത്തിലും നല്ലത്. അവന് തൗഹീദ് സംരക്ഷിക്കാനും ഏറ്റവും സേഫായ സോൺ എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അതാണ് സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത്.